Good morning, friends. It's me, Simon, YouTube channel, Simon Varghese, Instagram and Facebook. Welcomes you all. Be a happy day, successful day. നമ്മളെല്ലാവരും സക്സസ്സിനെ ആഗ്രഹിക്കുന്നവരാണല്ലേ, സന്തോഷത്തെ ആഗ്രഹിക്കുന്നവരാണല്ലേ. അപ്പം ബി പോസിറ്റീവ് ഓൾവേസ്. തിങ്ക്, ആക്ട് ആൻഡ് ഡു എവറിത്തിങ് ഇസ് ബി പോസിറ്റീവ്. ഓക്കെ, keep that slogan in your mind and you can do everything in positively. See, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങും. നമ്മൾ ഇന്നലെ തന്നെ സംസാരിച്ചിരുന്നു നമ്മുടെ പോടി ഗുഡ് മോർണിംഗ് മിസ്. അപ്പം നമ്മൾ പിന്നെ പ്രഭാതത്തിൽ നമ്മൾ കാര്യം ഒരു ദിവസവും നമ്മളൊരു ടാർഗറ്റ് ഇടും, ഇന്ന് എന്തൊക്കെ ചെയ്യണം. അപ്പം ഞാൻ തലേദിവസം തന്നെയൊക്കെ ആലോചിച്ച് നോക്കും, പിറ്റേ ദിവസം അത് ചാർട്ട് ചെയ്യും. അങ്ങനെ എൻ്റെ സമയം ക്ലിപ്തപ്പെടുത്തുന്നത്. അപ്പം ഓരോന്നിനും കൃത്യം കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇന്നെന്തായാലും നിങ്ങളെല്ലാം സന്തോഷിച്ചിരിക്കുകയെന്ന് എനിക്കറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നവംബർ 1-ാം തീയതി വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളത്. അത് ഇന്നലത്തെ ക്യാബിനറ്റ് തന്നെ പാസ്സാക്കി മുഖ്യമന്ത്രി പുറത്തു വിട്ടിട്ടുണ്ട്. ഇനിയുമുണ്ട്, ഒന്നിനും കൂടെ നമ്മുടെ കേരളപ്പിറവിക്ക് പറയാനുണ്ട്. അത് അന്നേരം പറയും. ഇപ്പോൾ ക്യാബിനറ്റ് ഡിസിഷൻ ഓൾറെഡി എടുത്ത കാര്യങ്ങളായതുകൊണ്ടാണ് അത് പറയാത്തതെന്ന് തോന്നുന്നു. എന്തായാലും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇപ്പം ഞങ്ങളെപ്പോലുള്ള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉള്ള 4% DA നവംബർ മാസം തന്നെ കിട്ടും, സന്തോഷം. അതുപോലെ തന്നെ തൊഴിൽ നൈപുണ്യം നേടുന്ന യുവാക്കൾക്ക് അവൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിലിരിക്കുമ്പം അവന് പ്രതിമാസം നമ്മളൊരു ഡിമാൻഡായിരുന്നു. നമ്മൾ എൻ്റെ ചാനൽ പുറകോട്ട് നോക്കിയാൽ അറിയാം, ഒരു ഡിമാൻഡായിരുന്നു നമ്മുടെ യുവാക്കൾക്ക് ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഒരു വണ്ടിക്കൂലിക്ക് ഒരു സിനിമ കാണാൻ പോകാൻ 1000 രൂപ അതിപ്പോൾ ഗവൺമെൻറ് അനുവദിച്ചിരിക്കുകയാണ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അക്കൗണ്ടിൽ പൈസ വരും. നവംബർ മാസം തൊട്ട് വരും. കൊള്ളാമല്ലേ? പിന്നെ നമ്മുടെ പിങ്ക് കാർഡ് ഓണേഴ്സായിട്ടുള്ള പിങ്ക് കാർഡ് ഓണർമാരായിട്ടുള്ള വനിതകൾക്ക് അപ് ടു 16 ഏജ് 60 കഴിയുമ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന് എലിജിബിലിറ്റി ആകും. അപ്പം 30 to 60 ഇൻ ബിറ്റ്വീൻ 1000 രൂപ വെച്ച് അക്കൗണ്ടിൽ വരും. അതും അവരെ സംബന്ധിച്ചൊരു ക്രയശേഷി ഉണ്ടാക്കുന്ന കാര്യമാണ്. ആരുടെയും സഹായം ഇല്ലാതെ തന്നെ അവർക്ക് അവരുടേതായ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ അത് വലിയ സംഭവമാണ്. അതുപോലെ എന്തെല്ലാം ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു 1000 രൂപ. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ADSൻ്റെ പ്രവർത്തനത്തിന് ഫണ്ട് വെച്ചു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. അത് എണ്ണിയാൽ ഒടുങ്ങുന്നില്ല, എല്ലാം പറയുന്നില്ല. എന്തായാലും വളരെ ഈ ഗവൺമെൻറ്റിൽ നിന്ന് എന്ത് ജനം പ്രതീക്ഷിച്ചോ അതിന് അനുസരണമായ രീതിയിൽ ഇന്നലെ മുഖ്യമന്ത്രി പ്രസ് കോൺഫറൻസിൽ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ജനത മുഴുവൻ ചർച്ച നമ്മുടെ ചായപ്പിടികളിലും നമ്മുടെ പൊതു സദസ്സിലെല്ലാം ചർച്ച എങ്ങനെ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ്. അതായത് ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്ന ജനോപകാരപ്രദമായ ഈ പദ്ധതികളെ എങ്ങനെ താഴ്ത്തിക്കെട്ട് സംസാരിക്കാമെന്നായിരിക്കും ഗവേഷണം നടത്തുക. ആയിക്കോട്ടെ, അത് അവരുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ പ്രതിപക്ഷത്തെയും സ്നേഹിക്കണമല്ലോ, അവരും പറയട്ടെ. അപ്പം രസം എന്ന് വെച്ചാലേ, ഈ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നിട്ട് ഇത് 9 വർഷം കഴിഞ്ഞ് 9.5 ആകാൻ പോകുന്നല്ലേ. 9 വർഷം ഒരു പ്രോഗ്രസ് കാർഡ് ഇറക്കിയിരുന്നു. പ്രോഗ്രസ് കാർഡ് അവർ ഇത് എന്നാ പ്രകടന പത്രിക ഇറക്കി. ആ പ്രകടന പത്രികയിൽ ഓരോ വർഷവും എന്ത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രോഗ്രസ് കാർഡ് വന്നത്. ഇതിപ്പോൾ 5ാമത്തെ വർഷമാകാൻ പോവുക. അതായത് ആദ്യത്തെ കഴിഞ്ഞ് 2ാമത്തെ സ്ട്രെച്ചിൽ 5ാമത്തെ വർഷം. അപ്പം അവരുടെ പ്രകടന പത്രികയൊക്കെ പൂർത്തീകരിക്കുന്ന സമയമായി അല്ലേ. ആവും വിധം പലരും കിണഞ്ഞ് പരിശ്രമിച്ചു. സോഴ്സ് ഓഫ് ഫണ്ട് തടസ്സപ്പെടുത്തി, അനുവാദങ്ങൾ യഥാസമയം കൊടുക്കാതെ, എന്നിട്ടും അവർ നീന്തി തുടിച്ച് ഏന്തി വലിഞ്ഞ് അവസാനത്തിലെത്തുകയാണ് അല്ലേ. ലാസ്റ്റ് വന്നപ്പം സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ 61.5 ലക്ഷം പേർക്കാണ് കൊടുക്കുന്നത്, 1-2 അല്ല. അത് 2500 കൊടുക്കുമെന്നാണ് പ്രകടന പത്രിക പറഞ്ഞത്. ഇന്നലത്തെ ഉത്തരവ് പ്രകാരം
2000 എത്തിയിരിക്കുക. ഇനി കേവലം 500 രൂപയുള്ളൂ. അതും അസംബ്ലി ഇലക്ഷന് മുമ്പ് അവരുടെ കാലാവധി പൂർത്തിയാക്കുന്നതിനും പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ വരുമ്പം ഒരു ജനതയുടെ ദാരിദ്ര്യത്തിൻ്റെ മുഖം തുടച്ചു നീക്കപ്പെടുകയാണ്. അവന് ആരോരുമില്ലെങ്കിലും അവന് അപ്പം ഞാൻ പല വീടുകളിലും പോകുന്ന ആളായി സഹായം കൊടുക്കുക. ഞാൻ വിൻസെൻ്റ് പീപ്പിൾസ് സൊസൈറ്റിയുടെ പ്രവർത്തകനാണ്. ഇതിന് ജാതിയോ മതമൊന്നുമില്ല. എല്ലാവർക്കും ആരും അപേക്ഷിക്കുന്നവർക്ക് അർഹതയുണ്ടെങ്കിൽ കൊടുക്കും. അപ്പം അങ്ങനെ പോകുമ്പം ഒരു വീട്ടിൽ ചെന്നപ്പം ഒരു പരിപാടിയുണ്ട്. ഈ വിൻസെൻ്റ് പോൾ സൊസൈറ്റി കുടുംബങ്ങൾ ദത്തെടുക്കും. ഇപ്പം എൻ്റെ ദേവാലയത്തിൽ വനിതാ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയും പുരുഷന്മാരുണ്ട്. ഞാൻ പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് വനിതാ വിൻസെൻ്റ് പോൾ സൊസൈറ്റി ആരംഭിച്ചത്. അപ്പോൾ ഈ 2 ഗ്രൂപ്പും 10 കുടുംബത്തെ ദത്തെടുത്തിട്ടുണ്ട്. ആ 10 കുടുംബത്തിനും ക്രമമായി കൊടുക്കുന്ന ആഴ്ച 200 രൂപ, 5 ആഴ്ച കൊണ്ട് 1000 രൂപ കൊടുക്കും. അതോടൊപ്പം അവർക്ക് ചികിത്സയ്ക്കോ മറ്റാവശ്യം ആവശ്യപ്പെട്ട അധിക തുക കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതി. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പം ഒരു വീട്ടിൽ അവർ പറഞ്ഞ് അവർ 2 പേർക്കും പെൻഷനുണ്ട്. വി ആർ സോ ഹാപ്പി. വേറെ ആരും ഇല്ല അവർക്ക്, അപ്പനും അമ്മയേ ഉള്ളൂ. മുതിർന്ന പൗരന്മാരാണ്, 70 വയസ്സ് കഴിഞ്ഞവരാണ്. ഞങ്ങൾ ഹാപ്പി, ഞങ്ങൾക്ക് ഇങ്ങനെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കിട്ടുന്നുണ്ട്, പിന്നെ നിങ്ങളിങ്ങനെ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, സഹായം തരുന്നു, ഞങ്ങൾക്ക് വളരെ സന്തോഷമാണെന്ന് പറയും. അത് കേൾക്കുമ്പോഴേ നമുക്കും സന്തോഷമില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഗവൺമെൻറ് 2000 രൂപ സമൂഹത്തിൽ അർഹരായിട്ടുള്ളവർക്ക്, ഈ നാടിന് വേണ്ടി ഇന്നലകളിൽ പണിയെടുത്ത യോദ്ധാക്കൾക്കും യുദ്ധവീരന്മാർക്കുമാണ് കൊടുക്കുന്നത്, യുദ്ധവീരകൾക്കുമാണ് കൊടുക്കുന്നത്. അല്ല വെറുതെ ആർക്കെങ്കിലും കൊടുക്കുകയല്ല. ഈ നാട്ടിലെ ഓരോ പുൽത്തരിക്കും പറയാനുണ്ട് അവരെപ്പറ്റി കഥകൾ. ഈ 61.5 ലക്ഷം പേർക്ക് കൊടുക്കുമ്പം അവരൊക്കെ എന്ത് പ്രൊഡക്ടിവിറ്റിയാണ് ഇതിൽ നിന്നുള്ളതെന്നൊക്കെ ചോദിച്ചാൽ സാമ്പത്തിക ശാസ്ത്രന്മാരുണ്ട്. അവരോട് പറയാനുള്ളത് അവരുടെ യൗവനം മുഴുവൻ ഈ നാടിന് വേണ്ടി പണിയെടുത്തു. പാടത്തായിരിക്കാം, ബസ് കണ്ടക്ടറായിട്ടായിരിക്കാം, ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടായിരിക്കാം, പല മേഖലകളിൽ. അതുപോലെ തന്നെ നോൺ അക്കൗണ്ടഡ് മേഖലയിലായിരിക്കാം അവർ ചെയ്തിട്ടുണ്ട്. അവർ ചെയ്യുമ്പം അവർക്ക് കൂലിയും കിട്ടിയിട്ടുണ്ടെന്ന് വേണേൽ പറയാം. പക്ഷേ കൂലി കൊണ്ട് മാത്രമായില്ല, അവരുടെ നമുക്കുള്ള കടപ്പാട്, അവർക്ക് അവരുടെ ഭാവി ജീവിതത്തിൽ ബുദ്ധിമുട്ടിനാ പോകാനുള്ള കടപ്പാടാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ. അതും അഭിമാനത്തോടെ പറയാം, 61.5 ലക്ഷം പേർക്കാണ് കൊടുക്കുന്നത്. അത് 62 ആകാറായി. നമുക്കറിയാം, എക്സൈറ്റ് കണക്കാർ നോക്കുന്നില്ല. എനിക്ക് മോർ ദാൻ 61 lakh people obtain that fund from government. ഒരു കാര്യമുണ്ട്, ഇതൊരു ഇച്ഛാശക്തിയല്ലേ, വെറുതെ ബോസ്റ്റ് ചെയ്യണം. പണ്ടൊക്കെ പറയും തിരഞ്ഞെടുപ്പ് കാലത്ത് എന്തും ബോസ്റ്റ് ചെയ്യും, നടപ്പാക്കുന്നില്ല. ഒന്ന് സ്ക്രൂട്ടിനി ചെയ്താൽ നല്ലതായിരിക്കും അല്ലേ. എനിക്ക് തിരക്കുണ്ട്, എനിക്ക് സമയമില്ല. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കി. ഇവർ പറഞ്ഞ അവരുടെ പ്രകടന പത്രികയുടെ കോപ്പി ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിലെന്തൊക്കെ ചെയ്തില്ല. പാലങ്ങൾ പണിതോ, റോഡുകൾ പണിതോ, ആശുപത്രികൾക്ക് കെട്ടിടങ്ങൾ പണിതോ, അവർ ഇത് പദ്ധതികൾ നടപ്പാക്കിയോ, യുവാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു, യൂത്തിന് വേണ്ടി എന്ത് ചെയ്തു തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അത് മുഴുവനൊന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. എന്തായാലും ഒന്നുണ്ട്, ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത നമ്മുടെ പൗരപ്രമുഖർക്ക്, പ്രിയമുള്ളവർക്ക് 2000 രൂപ കൊടുക്കാൻ തീരുമാനിച്ച് വളരെ നന്നായി. അതുപോലെ തന്നെ നമ്മുടെ വനിതകൾ പിങ്ക് കാർഡ് ഹോൾഡേഴ്സാണെന്ന് തോന്നുന്നു. അവർക്ക് 30 to 60 അവർക്ക് 1000 രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിൽ കൊടുക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം കാണിക്കുന്നത് അവരുടെ ആ ഒരു മാർക്കറ്റിൽ ഇടപെടാനും നൈപുണ്യങ്ങൾ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കുതിപ്പാണ്. എന്തായാലും ഇപ്പോൾ പുതിയൊരു പദ്ധതി വരുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ. 65 വയസ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവർ ധാരാളം എക്സ്പെർട്ടൈസ് ഉള്ളവരാണ്. അവർക്ക് നൂതനമായ പരിശീലനങ്ങൾ കൊടുത്ത ഇൻഡസ്ട്രീസ് വകുപ്പ് അവരെ മുന്നോട്ട് കൊണ്ടുവരിക. കാരണം നമ്മൾ 60 വയസ്സ് കഴിഞ്ഞാൽ വയസ്സനായി, ഇനി എനിക്ക് മരിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന കാലം കഴിഞ്ഞു പോയി. ഇപ്പോൾ കേരള ഗവൺമെൻറ് കണക്കനുസരിച്ച് തന്നെ 72 വയസ്സാണ്. ശരിക്കും ഫെർട്ടൈലായിട്ട് ഹെൽത്തായിട്ട് പോയാൽ 100 വയസ്സ് ഈസി ആയിട്ട് പോകുമെന്നുള്ളതാണ് ഫൈൻഡിങ്സ് സ്റ്റഡീസും കാണിക്കുന്നത്. 100 വയസ്സ് കവർ ചെയ്ത് പോകും. അങ്ങനെ വരുമ്പം ഈ 65-കാരന് ഒത്തിരി കാര്യം ഇനിയും ചെയ്യാനുണ്ടല്ലേ. അപ്പോൾ അതിനുവേണ്ടി നൈപുണ്യ വികസനത്തിനുള്ള പരിശീലനങ്ങൾ ആരംഭിക്കാൻ പോവുക ഗവൺമെൻറ്. അങ്ങനെ വരുമ്പം
ആരോഗ്യമുള്ള നമുക്ക് ആരോഗ്യമുള്ള കാലത്ത് ശരീരത്തെ മദ്യവും ഒന്നും കൊടുത്ത് പീഡിപ്പിക്കാത്ത, പുകവലിച്ച് പീഡിപ്പിക്കാത്ത ആളുകൾക്ക് ശക്തിയും ആരോഗ്യവും ഉണ്ടെങ്കിൽ ദേ ക്യാൻ ഡു എ ലോട്ട് ഫോർ ദി സൊസൈറ്റി എന്നാണ് ഗവൺമെൻറ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ഗവൺമെൻറ് അല്ല, ലോകം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അമേരിക്കയിലൊക്കെ റിട്ടയർമെൻറ്റ് പ്രായം 70-ന് മേളിലാണ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ 70-നും 75-ലുമൊക്കെയാണ് ബാങ്ക് മാനേജറായിട്ടൊക്കെ ഇരിക്കുന്നത്. നമ്മളിത് സംസാരിക്കുമ്പോൾ നമ്മളെക്കാൾ മിടുക്കരാണ്, ഹെൽത്തിയാണ്. പക്ഷെ സംസാരിക്കും പറയും ഐ മീൻ 75 മാൻ എന്നൊക്കെ പറയും. അപ്പോൾ 65 ഒരു പ്രായമല്ല. അവർക്കും ഈ നാടിന് വേണ്ടി ഒത്തിരി ചെയ്യാനുണ്ട്. അപ്പോൾ അവരെ നൂതന പരിശീലിപ്പിച്ചെടുക്കുക. നമുക്കറിയാം, നിങ്ങൾക്കറിയുമോയെന്ന് എനിക്കറിയില്ല, ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം. എന്നാലും ഞാനൊരു കാതലിക്കാണ്, ഈ കാതലിക്കിൻ്റെ അറിയത്തുള്ളൂ. ഒരു വൈദികരെയൊക്കെ പഠിപ്പിച്ച് വൈദികരാക്കാൻ എടുക്കും. ഞാനും പോയതാണ്. അത് പറയുന്നത് അതുകൊണ്ടാണ്. 100 പേര് നമ്മൾ പോകുന്നവർ ഓരോ സ്ക്രൂട്ടിനി ഓരോ കാലഘട്ടത്തിൽ കഴിഞ്ഞ് അതിൽ നിന്ന് പ്രൊഡക്ടിവിറ്റി വരുന്നത് 5 പേരോ 6 പേരോ ആയിരിക്കും കുർബാന ഇല്ലുന്നത്. കാരണം ഓരോ ഘട്ടത്തിൽ നമ്മൾ നല്ല 9 വർഷം 10 വർഷം സാധാരണ വൈദികർക്ക് 9 വർഷം മുതൽ 10 വർഷം വരെ പഠിക്കണം. ഈ കറുത്ത കുപ്പായ ഇടുന്നവർ 18 വർഷമൊക്കെ പഠിക്കണം, 13 മുതൽ 18 വരെ. അവരുടെ ആ ഇതനുസരിച്ചാണ്, കോൺഗ്രിഗേഷൻ അനുസരിച്ചാണ്. അത്രയും പഠിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പം അതിലേക്ക് 100 പേരെ എടുത്ത 5 6 പേര് വരുന്നു. അതിൻ്റെ റേറ്റ് അതാ. എന്ന് പറഞ്ഞതുപോലെ 65 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പരിശീലനം കൊടുത്താൽ 100 പേർക്ക് 5 പേരെ വെച്ച് കിട്ടിയാൽ പോലും നമുക്ക് ലക്ഷങ്ങളില്ലേ. അപ്പോൾ എത്രയോ നൈപുണ്യമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്, വികസനമായിരിക്കും നടക്കാൻ പോകുന്നത്. ഈ നാടിൽ അവരോരുത്തരും സ്വന്തം നിലയിൽ സബ്സഫിഷ്യൻ്റ് ആകുമ്പോൾ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എത്രയോ ആളുകളാണ്. ഈ കേരളം സൂപ്പർ തന്നെ, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ സൂപ്പർ തന്നെ. നമ്മളെക്കാൾ അതിനൂതനമായ ചിന്താഗതികളുമായി മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്. ഞാൻ ഗവൺമെൻറ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓൺലി പൊളിറ്റീഷ്യൻസ് വിചാരിക്കരുത്. സമ്മൺ എൽസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദി കർട്ടൻ. അതായത് നമ്മുടെ വിദേശ ശക്തികൾ തന്നെ അവർക്ക് ഭരിക്കാൻ വേണ്ടി ICS ഉൽപ്പാദിപ്പിച്ചെങ്കിൽ നമുക്ക് ഒന്നാമത്തെ IAS IPS IFS IRS ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇതെല്ലാം ബുദ്ധി രാക്ഷസന്മാർ, നമ്മുടെ നാടിൻ്റെ ക്രീം ഓഫ് ക്രീമാണ്. അവരും ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഭീഷണശാലികളായ ബുദ്ധിമാന്മാരായ അതികഠിനമായി ജോലി ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, ഇവരെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ ഗവൺമെൻറ്റിങ് എന്ന് പറയുന്നത് ഇത്രയും സൂപ്പറാകുന്നു. എന്തായാലും ഇത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണെങ്കിലും അത് വന്നു. സന്തോഷം, അഭിമാനം. ഇന്ന് നമ്മുടെ കേരള ജനത ആഹ്ലാദിക്കുന്ന ദിവസമാണ്. ഇനി നവംബർ 1-ാം തീയതി മുഖ്യമന്ത്രിയുടെ പ്രഭാഷണം കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ഞെട്ടും. കുറേ കാര്യങ്ങൾ കൂടി വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അനുമാനമാണ് കേട്ടോ. എന്തായാലും കൂള് വരും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു കൂൾ ഒരു ആപ്പാണ് അത്. നമുക്ക് എവിടെ ചെന്നാൽ ഈസി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു നൂതനമായ ആപ്പാണ് വരുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെയാണ്. ഗുഡ്. അത് വരുന്നുണ്ട്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്കറിയാം കേരളപ്പിറവി ഒരു ഒന്നാന്തരമാകട്ടെ. ഇപ്പോൾ തന്നെ ഒന്നാന്തരമായി മാറട്ടെ. നമുക്ക് അത് രസമെന്നല്ലേ, ഇതിങ്ങനെ ചെയ്യുമ്പം ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വീണ്ടും തെരഞ്ഞെടുപ്പ് പത്രികകളുമായി വരും. അപ്പം ഇതിൽ താഴ്ന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഇവിടെ പണിയെടുത്ത് നമ്മുടെ പൂർവികരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മിടുക്കന്മാരായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് 2500 കൊടുക്കുന്ന ഗവൺമെൻറ് ഇന്ന് 5000 കൊടുക്കുന്നെങ്കിലും പറയേണ്ടി വരികയല്ലേ. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഇപ്പം വനിതകളുടെ അക്കൗണ്ടിൽ 1000 രൂപ 2000 കൊടുക്കുമെന്ന് പറയേണ്ടി വരികയല്ലേ. അതുപോലെ പഠിക്കുന്ന നൈപുണ്യത്തിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് 1000 എന്നുള്ളതും 3000 4000 കൊടുക്കുമെന്ന് പറയേണ്ടി വരും. അപ്പം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു ചുവട് വയ്ക്കുന്നു എന്നുള്ളതിലാണ് നമ്മൾ അഭിമാനിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രിക വരുമ്പോൾ നമുക്ക് നോക്കിയിരിക്കാം. LDFും UDFും ഒക്കെ പ്രകടനത്തിന് വേണ്ടി അടുത്ത് കളയരുത്. നമ്മുടെ വീട്ടിൽ കൂടെ തരും അവർ, അത് കീറി കളയരുത്, സൂക്ഷിച്ച് വെക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം ഇവന്മാർ ചെയ്തോ. അപ്പോൾ അവിടെയാണ് ഒരു ഗവൺമെൻറ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പ്രോഗ്രസ് റിപ്പോർട്ട് അല്ലേ, പ്രോഗ്രസ് റിപ്പോർട്ട് തരുന്നു. കഴിഞ്ഞ 9 വർഷമായിട്ട് പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട്.
ഞങ്ങൾ പറഞ്ഞ ഇത് ഞങ്ങൾ ചെയ്ത ഇത്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഇനി പുറകോട്ട് പോകാൻ ആർക്കും പറ്റില്ല. ഇനി ഇപ്പോൾ UDF ഗവൺമെൻറ് വന്നാലും LDF ഗവൺമെൻറ് വന്നാലും അവർക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. ആ പ്രകടന പത്രിക മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാ വർഷവും ഒരു പർട്ടിക്കുലർ ഡേ വരുമ്പം ഞങ്ങൾ ഈ വർഷം ഇന്ന ചെയ്യാൻ ഉദ്ദേശിച്ച് ഞങ്ങൾ ഇന്ന ചെയ്തുകൊണ്ടിരിക്കുന്നു പറയാനുള്ള ബാധ്യത അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള വികസനത്തിൽ നമുക്ക് ഒപ്പം കൂടാം, ചേർന്ന് നിൽക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് ഓഫ് ഗോഡ്. താങ്ക് യു.